വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള കാരമലൈസ്ഡ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ വെർമിസെല്ലി പായസത്തിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. പായസത്തിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഡാൽഡ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡാൽഡ നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നെയ്യ് യൂസ് ചെയ്യാം. ഈ ഒരു നെയ്യ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നെയ്യ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെർമിസെല്ലി ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെർമിസെല്ലി ഒക്കെ ഒന്ന് റോസ്റ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെർമിസെല്ലിയൊക്കെ നല്ലതുപോലെ തന്നെ റോസ്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മിൽക്ക് മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നോർമൽ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പാല് നമുക്ക് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. നല്ല തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു വെർമിസെല്ലി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ തന്നെ നമ്മുടെ വെർമിസെല്ലിയൊക്കെ എല്ലായിടത്തും എത്തുന്നത് വരെ, നമ്മുടെ പാലിൽ നല്ല മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ മതി. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ തിളച്ച് നമ്മുടെ വെർമിസെല്ലിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ട്. നമ്മൾ വെർമിസെല്ലിയൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വെർമിസെല്ലിയൊക്കെ നല്ല കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. നിങ്ങളിത് 2 മിനിറ്റ് ആയിട്ടും കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് സമയം കൂടി വെച്ചാൽ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടും. നമ്മുടെ വെർമിസെല്ലി ഓവറായിട്ട് അങ്ങോട്ട് കുക്കായി പോകരുത്, ഒരു നോർമൽ കുക്കാവാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെർമിസെല്ലിയും പാലും കൂടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാരമൽ സോസ് ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ടോപ്പിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരമലൊക്കെ തയ്യാറാക്കാൻ യൂസ് ചെയ്യുമ്പോൾ അടിക്കട്ടിയുള്ള പാത്രം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരിക്കലും കൂട്ടായിട്ട് ഇടരുത്. പിന്നെ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യരുത്. നമ്മളിത് മിക്സ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യരുത്. ഇത് കാരമലായി വരുന്ന സമയത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് കാരമലാക്കി എടുക്കുന്ന സമയത്ത് നമ്മളിത് മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് മെൽറ്റ് ആവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടില്ല. എങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള കാരമൽ സോസ് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് പാലിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരമൽ സോസ് തയ്യാറാക്കിടുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ പഞ്ചസാര ഇതിലേക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാലിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കാരമൽ തയ്യാറാക്കാൻ നമുക്ക് അത്ര അധികം പഞ്ചസാര എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഷുഗർ നല്ലതുപോലെ തന്നെ ഒക്കെ ഒന്ന് കാരമലാക്കി ഇട്ടിട്ടുണ്ട്.
ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഷുഗർ നല്ലതുപോലെ തന്നെ കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർ ലെങ്തി ആക്കേണ്ട വെച്ചിട്ടാണ് അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് 1/2 കപ്പ് പാലിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് പാൽ നല്ലതുപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലും പെർഫെക്ഷനിലും കിട്ടും. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. നമ്മുടെ കാരമലും അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും നല്ലതുപോലെ തന്നെ മിക്സ് ആവണത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ സ്പാച്ചില യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാനിൽ നമ്മൾ സ്പൂണൊന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ പാനിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പാച്ചില യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കാരമൽ സോസ് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പായസത്തിലേക്ക് നമ്മുടെ പാലിലേക്ക് സേമിയ ചേർത്തിട്ട് കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ പിന്നീട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടതാണ്. നമ്മൾ കാരമൽ തയ്യാറാക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ലോ ഫ്ലെയിമിൽ ഇട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് കാരമൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടത്. ഒരിക്കലും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കാരമൽ ഉണ്ടാക്കാനിരിക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ കാരമൽ സോസ് തയ്യാറാക്കി വെക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു പായസമൊക്കെ റെഡിയായി വരുന്ന സമയത്ത് അത് കട്ട പിടിച്ചിട്ട് അങ്ങിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പായസം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാരമൽ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമലൈസ്ഡ് സെമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ സ്വീറ്റ് തന്നെയാണ് ഈ ഒരു സെമിയ പായസം. അത് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കാരമലൈസ് ആയിട്ടാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.